നമസ്കാരം. ആർ പിയുടെ കഥാലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു തൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ്. തൊട്ടു പുറകെ ചെന്ന ശിഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഗുരുവേ, ഒരല്പം സങ്കടം അങ്ങയോട് ഉണർത്തുവാനായിട്ടുണ്ട്. ഗുരു സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഭവനത്തിനുള്ളിലേക്ക് വിളിച്ച് ആ സ്വീകരണ മുറിയിലിരുത്തി. എന്നിട്ട് അതിനഭിമുഖമായി ഗുരുവും ഇരുന്നു. എന്നിട്ട് ഗുരു ചോദിക്കുകയാണ്, എന്താണ് താങ്കളുടെ സങ്കടം? എന്താണ് താങ്കൾ ഇത്രയധികം വിഷമത്തിലിരിക്കുന്നത്? എന്നോട് പറയൂ, ഞാൻ കേൾക്കാം. ഈ സമയം ആ ശിഷ്യൻ പറയുകയാണ്, ഗുരുവേ, എൻ്റെ ഭവനത്തിൽ വളരെ അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ നിരന്തരമായി ഞാനുമായി കലഹത്തിലാണ്. എന്തെടുത്താലും എന്ത് പറഞ്ഞാലും ആകെ പ്രശ്നങ്ങളാണ്. ഇതിനൊരു പരിഹാരം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്. ഇത് കേട്ടിരുന്ന ഗുരു ഒരല്പസമയം മൗനത്തോടു കൂടി ഇരുന്നതിന് ശേഷം അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു വിളക്ക് കത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കൂ എന്ന് ഭാര്യയോട് പറഞ്ഞു. ഈ സമയം ഭാര്യ ഒരു വിളക്ക് കത്തിച്ച് അവർ രണ്ടുപേരും ഇരിക്കുന്ന ആ മുറിയിൽ അവർക്ക് രണ്ടുപേർക്ക് നടുക്ക് കിടക്കുന്ന ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം വീണ്ടും ആ ഭർത്താവായ ഗുരു ഭാര്യയോട് പറയുകയാണ്, ഒരല്പം മധുരം കൂടി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അകത്ത് പോയ ഭാര്യ തിരിച്ച് വരുമ്പോൾ കയ്യിൽ എരിവുള്ള പലഹാരങ്ങളുമായിട്ടാണ് വന്നത്. ആ എരിവുള്ള പലഹാരം കൊണ്ടുവന്ന് അവർക്ക് മുന്നിലെ ടേബിളിൽ വെച്ചിട്ട് ഭാര്യ അകത്തേക്ക് പോയി. ഈ സമയം ഗുരു വളരെ ശ്രദ്ധയോടുകൂടി ശിഷ്യൻ്റെ മുഖത്ത് നോക്കുകയാണ്. ശിഷ്യനാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയ ഭാര്യയെയും ഇതൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് ആജ്ഞാപിച്ച ഭർത്താവിനെയും മാറി മാറി നോക്കുകയാണ്. ഈ സമയം ഗുരു തുടരുകയാണ്, ഞാൻ ഈ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇത്രയേറെ സൂര്യപ്രകാശമുള്ള ഈ സമയത്ത്, വെളിച്ചമുള്ള ഈ സമയത്ത് ഒരു വിളക്ക് കത്തിച്ചു കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് കരുതി എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വഴക്കിടാമായിരുന്നു. പക്ഷേ അവൾ അത് ചെയ്തില്ല. അല്പം മധുരം കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ എരിവുള്ള ഈ പലഹാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോയപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവളോടും വഴക്കിടാമായിരുന്നു. ഞാനും വഴക്കിട്ടില്ല. ഇപ്പോൾ താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്കൾക്ക് പോകാം. നന്ദി. അടുത്ത ഒരു ആർ പിയുടെ കഥാലോകവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.